വലിയ സ്ഥാനത്ത് ചെറിയ വലിപ്പത്തിലിരുന്നാൽ വലിയ സ്ഥാനവും ചെറുതാകും. ഒഴുകാത്ത നദിയും വളരാത്ത ചെടിയും ഉയരാത്ത ചിന്തകളും അത്തരം ചിന്തകൾ പേർന്ന മനസ്സും സമം. സങ്കരവർഗ സംവിധാനത്തെ നന്നായി മാനേജ് ചെയ്യണമെങ്കിൽ മെഷീൻ മാനേജ്മെന്റ് സ്കില്ല് മാത്രം പോരാ, മാൻ മാനേജ്മെന്റ് സ്കിൽ കൂടി നേടേണ്ടതുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്റ്റോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ രൂപപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മനോഭാവത്തിൽ രൂപപ്പെട്ട ആളുകളായിരിക്കാം. ഇത്തരം ആളുകളെ ഒരേ മനോഭാവത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ആളുകളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മാനേജ് ചെയ്യാൻ പ്രത്യേകമായ വൈഭവം തന്നെ വേണം. അത് നേതൃത്വം വഹിക്കുന്ന ആളുകൾ അത്തരം ഒരു കഴിവില്ലാത്ത, ആ ഒരു വൈഭവമില്ലാത്ത ആളുകളാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറാനിടയുണ്ട്. നമുക്കറിയാം, ഈ ആളുകളെ പൊതുവെ നമുക്ക് നാലായി കാണാൻ കഴിയും. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നാലായിട്ട് നമുക്ക് അവരെ തരംതിരിക്കാം. അതിലൊന്ന്, വളരെ ഹൈ സ്കിൽ ഉണ്ടാവാം. സ്കിൽ ലെവൽ വളരെ ഹൈ ആയിരിക്കാം, പക്ഷെ ലോ പെർഫോമൻസ് ആയിരിക്കും. ചില ആളുകൾ ലോ പെർഫോമൻസ് ആയിരിക്കും, ഹൈ സ്കിൽ ഉണ്ടാവാം. ഇനി ചില ആളുകളോ ഹൈ സ്കില്ലും ഹൈ പെർഫോമൻസും ഉണ്ടാവാം. ഇത്തരം ആളുകളൊക്കെ അവരെ ഒന്ന് ട്രാക്ക് ചെയ്ത്, അവരെ ഒന്ന് ആ സ്ഥാപനത്തിന്റെ ശരിയായ പ്രവർത്തന മേഖലയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ശരിയായ രീതിയിൽ ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു മെഷീൻ മാനേജ്മെന്റ് സ്കില്ല് മാത്രം പോരാ, മാൻ മാനേജ്മെന്റ് സ്കില്ല് കൂടി വേണ്ടിവരും. അപ്പോൾ ആദ്യം പറഞ്ഞ ആളുകൾ, അവരെ സംബന്ധിച്ച് ഹൈ സ്കില്ലുണ്ട്, ലോ പെർഫോമൻസേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേ ഈ ഹൈ സ്കിൽഡായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സമയത്ത് നന്നായി പെർഫോം ചെയ്തിരുന്ന ആളുകളായിരിക്കാം. അവർക്ക് എന്തോ ചില റീസൺ ഉണ്ട് അവരുടെ പെർഫോമൻസ് ലെവൽ ലോ ലെവലിലേക്ക് പോകാൻ. ഇത്തരം ആളുകളെ ഈ സ്ഥാപനത്തിന്റെ മേധാവികൾ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ആളുകൾ അതെന്താണ് അവരുടെ പെർഫോമൻസ് ലെവൽ ലോ ലെവലിലേക്ക് പോകാൻ ഇടയായത്, ഇത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ അവരുടെ പൊട്ടൻഷ്യൽ സ്ഥാപനത്തിന് ഉപയോഗിക്കപ്പെടാൻ ഇടയാവാത്ത തരത്തിൽ അവർ ലോ ലെവലിലേക്ക് പോയത് പെർഫോമൻസ് എന്ത് എന്ന് വ്യക്തിപരമായി അവരെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ നമുക്ക് ഒരു ഹൈ പെർഫോമൻസിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ, മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടാവും ചേഞ്ച്. ഇനി ചില ആളുകൾ എങ്ങനെയാണ്, ലോ സ്കിൽ ലെവലായിരിക്കും, അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല, പക്ഷേ ഹൈ പെർഫോമൻസ് ലെവൽ. എന്ത് വേണമെങ്കിലും അവരോട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്തേക്കാം, പിടിച്ചു കെട്ടിക്കോ എന്നുള്ള തരത്തിലായിരിക്കും അവരുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ്. ഏതു കാര്യം ഏൽപ്പിച്ചാലും ഞാൻ റെഡിയാണ് എന്നുള്ള തരത്തിൽ അവർ നൂറെ നിൽക്കുന്നുണ്ടാവും. അത്തരം ആളുകളെ നമുക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തപൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവും. ഇത്തരം ആളുകളെ നമ്മൾ അതിന് തക്ക തരത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുക, അതാണ് ഇവരെ മാനേജ് ചെയ്യേണ്ട ഒരു പീപ്പിൾസ് മാനേജ്മെന്റ് സ്കില്ല് വേണ്ട ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് ഒരു മാൻ മാനേജ്മെന്റ് സ്കില്ല് വേണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുന്ന ആൾ, ഒരു ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിന്റെ സിഇഒ അല്ലെങ്കിൽ GM അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ലെവലിൽ നിൽക്കുന്ന ആളായിരിക്കാം. ആ ലെവലിൽ സൂപ്പർവൈസിങ് പവറിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം ആളുകളെ കണ്ട് ഒരു ഫുട്ബോൾ ടീമിൽ ആ കോച്ച് എങ്ങനെയാണോ ആ ഫുട്ബോൾ ടീം അംഗങ്ങളെ പ്ലേസ് ചെയ്യുന്നത്, ഗോളിയായിട്ട് നിൽക്കാൻ കഴിവുള്ള സ്കില്ലായിട്ടുള്ള ആളുകളെ ഗോൾ പോസ്റ്റിലേക്ക് സ്റ്റഡി ആയിട്ട് എതിർ ടീം ഗോൾ അടിക്കാൻ വേണ്ടി പാഞ്ഞു കയറി വരുമ്പോൾ, ഒരു വലിയ മുന്നേറ്റം നടത്തുമ്പോൾ അത് തടയാൻ തക്ക തരത്തിൽ ചില ആളുകളെ സ്റ്റഡി ആയിട്ട്, അതേസമയത്ത് എതിർ ഗോൾ മുഖത്ത് ഏറ്റവും ഫലപ്രദമായി വലിയ മുന്നേറ്റങ്ങൾ നടത്തി ഗോളാക്കി മാറ്റാൻ കഴിയുന്ന ആളുകൾ ഫോർവേഡുകളായി. ഒരു ടീമിന്റെ കോച്ച് എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത്, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അവരെ എങ്ങനെയാണോ ഓർഗനൈസ് ചെയ്യുന്നത്, അതേപോലെ ഒരു സ്ഥാപനത്തിന്റെ മേധാവികളായിട്ടുള്ള ആളുകൾ ഇത്തരം ആളുകളുടെ വൈഭവങ്ങൾ തിരിച്ചറിഞ്ഞ്, കഴിവുകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായി ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായി ചെയ്യേണ്ട, ഏറ്റവും എഫക്റ്റീവായി ചെയ്യേണ്ട കാര്യം. ഇനി ചില ആളുകളുണ്ട് വളരെ ഹൈ സ്കിൽഡ് ആയിരിക്കും, അതോടൊപ്പം തന്നെ ഹൈ പെർഫോമൻസും ഉണ്ടാവും. ഒരു സ്ഥാപനത്തിൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പേരോ അല്ലെങ്കിൽ 20% ആളുകൾ, ഈ 20% ആളുകളാണ് ഈ സ്ഥാപനത്തെ ഏറ്റവും ഫലപ്രദം, ഏറ്റവും എഫക്റ്റീവായി, ഏറ്റവും ഭംഗിയായി ആ സ്ഥാപനം മുങ്ങിപ്പോവാതിരിക്കാൻ, അത് മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപൂർണ്ണമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കും. അത് ഒരു സ്ഥാപനത്തിൽ നിന്നല്ല, ഒരു പ്രസ്ഥാനത്തിൽ നിന്നല്ല, ഒരു പൊതുസമൂഹത്തിൽ തന്നെ നോക്കിയാൽ പോലും ഇത്തരം ഈ വൈഭവങ്ങൾ നോക്കിയും കണ്ടും കാര്യങ്ങൾ ഉത്തരവാദിത്തപൂർണ്ണമായി, മറ്റൊരാളുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ, മറ്റൊരാൾ കൂടെ സഹായിക്കാൻ ഉണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമോ ഇല്ലയോ, ഇതൊന്നും പരിഗണിക്കാതെ ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും സിൻസിയറായി, ഡെഡിക്കേറ്റഡ് ആയി കാര്യങ്ങൾ ചെയ്യുന്ന ആൾ വളരെ ചെറിയ ശതമാനമായിരിക്കും, 20% ആയിരിക്കും സ്ഥാപനത്തിലുള്ളത്. അവർ ആ സ്ഥാപനത്തെ നന്നായി
വീണു പോകാതെ താങ്ങായി പോകുന്നുണ്ടാവും. ഇനി ചില ആളുകളുണ്ട്, ലോ പെർഫോമൻസ് ആണ്, ലോ സ്കിൽ ലെവലും ആണ്. പക്ഷെ ഇത്തരം ആളുകൾ ചില എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാവും. ഒരു തേനീച്ചക്കൂട്ടിൽ മടിയനീച്ചയുടെ കാര്യം പറഞ്ഞ പോലെ അധ്വാനിക്കുന്ന മറ്റാളുകളുടെ അധ്വാനത്തെ അത് ചൂഷണം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ജീവിച്ചു പോകുന്ന ചില ആളുകൾ, ആ തേനീച്ചക്കൂട്ടിലെ മടിയനീച്ച പോലെ ഇത്തരം ആളുകളും എല്ലാ സ്ഥാപനത്തിലും ഉണ്ട്. ഇവർ പല സ്ഥാപനങ്ങളും റെക്കമെൻഡേഷനിലൂടെ, അവരുടെ ക്വാളിഫിക്കേഷന്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ല, പല സ്ട്രോങ് റെക്കമെൻഡേഷനിലൂടെ കയറി വന്നവരായിരിക്കും. ഇവരുടെ ലോ പെർഫോമൻസോ അല്ലെങ്കിൽ ലോ സ്കിൽ ലെവലോ, പക്ഷെ അവര് ഒട്ടും ഭാവിക്കുന്നുണ്ടാവില്ല. അവരായിരിക്കും ആ സ്ഥാപനത്തിന്റെ എല്ലാം അറിയുന്ന ആളുകൾ എന്നുള്ളൊരു ഭാവം, ആ ഭാവത്തിൽ ഒട്ടും കുറവുണ്ടാവില്ല. ഒരു സെക്രട്ടറി ലെവലിലോ അല്ലെങ്കിൽ GM ലെവലിലോ അല്ലെങ്കിൽ ഒരു CEO ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ ഇത്തരം ആളുകളുടെ പേരിൽ അവർ സമയത്ത് വരുന്നില്ല. അല്ലെങ്കിൽ അവരോട് കൃത്യമായിട്ട് അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസ് വീഴ്ചകൾ വരുത്തുന്നു, തുടർച്ചയായി വീഴ്ചകൾ വരുത്തുന്നു. ഇത്തരം ആളുകൾ തൊടാൻ പോലും പലപ്പോഴും അതിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് കഴിയാറുമില്ല. കാരണം എന്താ? അവർക്ക് അതിന് അത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. ഇത്തരം ആളുകൾ ഒരു സ്ഥാപനത്തിൽ വലിയ ബാധ്യതയാണ്. അവര് സാധ്യതയല്ല, ആ സ്ഥാപനത്തിന്റെ സാധ്യതയല്ല കാണിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ ഒരു ബാധ്യതയായിട്ടാണ്. ഇത്തരം ആളുകളെയും ഈ സ്കിൽഡ് ആയിട്ടുള്ള ലോ ലെവലിലും ഹൈ ലെവലിലുള്ള സ്കില്ലായിട്ടുള്ള ആളുകളെയും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെയും ഒരുപക്ഷെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവരെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കയറി വരാൻ സാധ്യതയുള്ള മറ്റുള്ളവരെ എല്ലാം നമ്മൾ നോക്കുമ്പോഴും ഇത്തരം ആളുകൾ ഒരു തരത്തിലും പെർഫോമൻസിൽ ഉണ്ടാവില്ല. കാരണം എന്താ? അവരെല്ലാത്തിനും മേലെയാണ്. എന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള തരത്തിൽ അത് നന്നായി ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനത്തെ പോലും അവരുടെ മനോഭാവത്തെ പോലും അല്ലാതെ ഡാമേജ് ചെയ്യുന്നതായിട്ട് പല സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരം വ്യത്യസ്ത മനോഭാവമുള്ള ആളുകളെ നന്നായി ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ, ഈ സങ്കരവർഗ സംവിധാനത്തെ നന്നായി ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ, വലിയ സ്ഥാനത്ത് ചെറിയ വലിപ്പത്തിലിരുന്നാൽ വലിയ സ്ഥാനവും ചെറുതാകും. അതിനായി മെഷീൻ മാനേജ്മെന്റ് സ്കില്ല് മാത്രം പോരാ, മാൻ മാനേജ്മെന്റ് സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവറി ഡേ.